ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാർലമെൻറ്റിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർലമെൻറ്റിൽ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ പോർഷനും നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള പോർഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകളായിരിക്കും ഈ ചാനലിലൂടെ നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെലഗ്രാം ചാനലാണ് നോട്ടും അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് അത് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്, ടെലഗ്രാം ചാനലിലെ ലിങ്ക്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിൽ മെയിനായിട്ട് വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ യൂട്യൂബിന് മനസ്സിലാകത്തുള്ളൂ ഈ വീഡിയോസിൻ്റെ വാല്യൂ മറ്റ് ആസ്പിറൻസിലേക്കും അത് ഹെൽപ്പ് ചെയ്യുള്ളൂ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് 2-3 ബട്ടൺ വന്നിട്ടുണ്ട്. എന്തോ ഒരു ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ഹൈപ്പ് ബട്ടൺ എന്ന് പറയുമ്പോൾ അതും ഇതേപോലെ ലൈക്ക് പോലെ തന്നെയാണ്. എത്രത്തോളം വീഡിയോ നമ്മൾ ഹൈപ്പ് ചെയ്യുമോ അത്രത്തോളം യൂട്യൂബിനത് മനസ്സിലാവും നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തിരിക്കുക. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുകളിലേക്ക് പോയാൽ മറ്റ് ഉദ്യോഗാർത്ഥികളിലേക്ക് അത് എത്തുകയും ചെയ്യും. അതുപോലെ ഒരു താങ്ക്സ് ബട്ടണും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ആ താങ്ക്സ് ബട്ടൺ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്യുക, ഒരു ചെറിയ എമൗണ്ട് അതിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ രണ്ടും ഇപ്പം പുതിയതായിട്ടാണ് ഈ ഹൈപ്പ് ബട്ടണും താങ്ക്സ് ബട്ടണും വന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ബഡ്ജറ്റ് വരെ കൃത്യമായിട്ട് നോക്കിയതാണ്. ബഡ്ജറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അവസാനത്തെ പോർഷൻസാണ്. കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ഫങ്ഷണൽ റോൾ ഓഫ് പാർലമെൻറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ? നിയമനിർമ്മാണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിയമനിർമ്മാണമാണ് ഫംഗ്ഷൻ എന്ന് പഠിച്ചെടുത്ത് തന്നെ നമ്മൾ ഇന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നിയമനിർമ്മാണം മാത്രമല്ല ഫംഗ്ഷൻ, അതിൻ്റെ കൂടെ തന്നെ കുറേ എക്സ്ട്രാ ഫങ്ഷൻസും ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യ ഒരു പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ പൊളിറ്റിക്സും അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് അതിൻ്റെ കൂടെയുള്ള ആ പാർലമെൻറ്റിന് ജസ്റ്റ് ഒരു ലെജിസ്ലേറ്റീവ് റോള് മാത്രമല്ല ഉള്ളത്, അതിന് മറ്റ് റോൾസും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതെന്താണെന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ് റോൾ നമുക്കറിയാം, 2 എക്സിക്യൂട്ടീവ് റോളുണ്ട്. എക്സിക്യൂട്ടീവ് റോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ആയിരിക്കും ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതെന്നാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. പക്ഷേ ഈ പാർലമെൻറ്റിൽ തന്നെ കുറച്ച് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും. ഏതാണ്? ബഡ്ജറ്റാണ് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ. കാരണം ഗവൺമെൻറ് പൈസ എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ചിലവാക്കണമെങ്കിലും ബഡ്ജറ്റ് പാസ്സാവണം. അത് പാർലമെൻറ്റിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ അവിടെ എത്തി. പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റിറ്റ്യൂന്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നോക്കാം. അതുപോലെ ജുഡീഷ്യൽ ഫംഗ്ഷൻ, കോടതിയുണ്ട്. ഇപ്പം തന്നെ 3 ഓർഗൻസുമായി ഗവൺമെൻറ്. അതായത് പാർലമെൻറ്റിൽ ഒരു റോളല്ല, കുറേ റോളുകളുണ്ട്. അതെല്ലാം നമ്മൾ നോക്കും. പിന്നെ ഇലക്ട്രൽ പവേഴ്സ് എന്തൊക്കെയാണ്, മറ്റ് പവേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറേ മൾട്ടി ഫങ്ഷനിലായിട്ടുള്ള കുറേ പവേഴ്സ് പാർലമെൻറ്റിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അത് നിങ്ങൾക്ക് ഇത്രയും കാലം നമ്മൾ ഈ ഒരു 9 പാർട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തന്നെ എന്താണ് മെയിനായിട്ട് എക്സ്ക്ലൂസീവ് പവർ പാർലമെൻറ്റിനുള്ളത് യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകൾ നിയമം ഉണ്ടാക്കാനാണ്. യൂണിയൻ ലിസ്റ്റിലുള്ള 100 സബ്ജക്റ്റുകളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് 97 ഉണ്ടായിരുന്നു, ഇപ്പോൾ 100 സബ്ജക്റ്റുകൾ. അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും യൂണിയൻ ഗവൺമെൻറ്റുകൾക്കും ഒരുമിച്ച് നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അതിലിപ്പോൾ 52 സബ്ജക്റ്റുകളുണ്ട്. നേരത്തെ 47 ആയിരുന്നു. അപ്പോൾ ഈ 2 സബ്ജക്റ്റാണ് മെയിനായിട്ട് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വേറെ ഒരു ലിസ്റ്റുണ്ട്, റെസിഡ്യൂറി ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡ്യൂറി ലിസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ ആർട്ടിക്കിളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ആക്റ്റീവ് റീകോൾ ചെയ്യേണ്ടത്. റെസിഡ്യൂറി ലിസ്റ്റിലും കേന്ദ്രത്തിൽ നിയമം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിലും കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ 61 സബ്ജക്റ്റുകളാണുള്ളത്. നേരത്തെ 66 ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത്. ഇപ്പോൾ 61 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 61 സബ്ജക്റ്റുകളിലും കേന്ദ്രത്തിന് ചില എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ നിയമം ഉണ്ടാക്കാം. അത് നമ്മൾ ഓൾറെഡി ആ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ പഠിച്ചാണ്. 5 എക്സെപ്ഷണൽ കേസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ്. ഒന്ന് രാജ്യസഭയാണ് സ്റ്റേറ്റിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റുകളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് എന്താണ് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി നടക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. 2-3 സ്റ്റേറ്റ് ജോയിൻ്റ് ആയിട്ടൊരു പെറ്റീഷൻ കൊടുക്കണം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം പാർലമെൻറ്റ്. നമുക്ക് എല്ലാവരും കൂടി ചേർത്ത്, അല്ലെങ്കിൽ 2-3 സംസ്ഥാനങ്ങൾക്ക് ചേർത്ത് എന്താണ് ഒരു നിയമം വേണം. ആ നിയമം കൊണ്ടുവരാൻ വേണ്ടി സ്റ്റേറ്റ് ലിസ്റ്റ് നിയമം ഉണ്ടാക്കാൻ പാർലമെൻറ്റ് അധികാരമുണ്ട്. പിന്നെ അതുപോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളും ട്രീറ്റുകളും കൺവെൻഷനും ഒക്കെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻറ്റിന്
ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. അതുപോലെ പ്രസിഡൻസ് റൂൾ ഒരു സ്റ്റേറ്റിൽ ആപ്ലിക്കബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് നിയമം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആർട്ടിക്കിളൊക്കെ ഒന്ന് ആലോചിക്കുക. ഇതിനെല്ലാത്തിനും ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ആർട്ടിക്കിളൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് രാജ്യസഭ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അധികാരത്തിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്, നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ഏതാണ്, ആ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഓഫ് ആർട്ടിക്കിൾസ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. ഒരു ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് തന്നെ ഒരു ആർട്ടിക്കിൾ ബേസ്ഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓൾറൈറ്റ്, അടുത്തുള്ളതെന്ന് പറയുന്നത് ഓർഡിനൻസുകളാണ്. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർലമെൻറ്റിൻ്റെ റെസസ് സമയത്ത്, റെസസ് ഓഫ് പാർലമെൻറ്റ് എന്താണ് റെസസ്, ഒരു സെഷൻ തുടങ്ങി തീർന്നു, അടുത്ത സെഷൻ തുടങ്ങി, അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പിൽ വരുന്നതാണ് റെസസ് എന്ന് പറയുന്നത്. ആ റെസസിൻ്റെ സമയത്ത് പാർലമെൻറ്റ് വർക്കിംഗ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രസിഡൻറ്റിന് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. അത് പാർലമെൻറ്റ് 6 ആഴ്ചയ്ക്കകമാണ് അപ്രൂവ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, 6 ആഴ്ചയ്ക്കകം അത് അപ്രൂവ് ചെയ്തിരിക്കണം. പാർലമെൻറ്റ് എപ്പോഴാണോ റീഅസംബിൾ ചെയ്യുന്നത്, അടുത്ത് തിരിച്ച് വരുന്നത്, അതിന് 6 മാസം അകത്ത് അപ്രൂവ് ചെയ്തിരിക്കണം. അത്രേ അതിന് കാലാവധിയുള്ളൂ. അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്നോപ്പറേറ്റീവായിട്ട് പോകും, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രവർത്തനരഹിതമായിട്ട് പോകും. അതിവിടെ പറഞ്ഞു വയ്ക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, പാർലമെൻറ്റാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ബോഡി. അതായത് പ്രസിഡൻറ്റ് നിയമം ഉണ്ടാക്കാൻ നോക്കിയാലും അത് എപ്പോഴും റീഅസംബിൾ ചെയ്യുന്നു, അതിന് 6 മാസത്തിനകത്ത് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ, അപ്രൂവൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് ക്യാൻസലാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനിയാണ് ഞാൻ എടുത്ത് ഈ പാഠത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നിയമനിർമ്മാണം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷനാണെന്ന് പറയാൻ പോവുകയാണ്. ഇനി ഞാൻ ഒന്ന് മാറ്റി പറയാൻ പോവുകയാണ്. അതായത് പാർലമെൻറ്റ് ഫംഗ്ഷൻ അല്ല, എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷനാണ് നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷൻ ഇരുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത്, തെറ്റല്ലേ എന്ന് നോക്കും. അപ്പോഴാണ് പുതിയൊരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നത്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? അതായത് ഇപ്പോൾ ഒരു പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സ്കെൽട്ടൻ മാത്രമായിരിക്കും. കംപ്ലീറ്റ് ഒരു നിയമം അവിടെ കാണണമെന്നില്ല. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ പൊളിറ്റീഷ്യൻസാണ്. അവിടെ എക്സ്പേർട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അതിനെ പഠിക്കാൻ പറ്റില്ല. ഈവൻ കമ്മിറ്റി കൊണ്ടുവന്നാൽ കൂടി കമ്മിറ്റിയിലെ അംഗങ്ങളും കൂടുതലും പാർലമെൻറ്റേറിയൻസ് തന്നെയാണ്. അവിടെയുള്ള എം പീസ് തന്നെയാണ് അവിടെയുള്ള മെയിനായിട്ടുള്ള മെമ്പേഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെർട്ടീസ് അവിടെ കുറവാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്കെൽട്ടൻ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. കൂടുതലായിട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എക്സിക്യൂട്ടീവ് തന്നെയായിരിക്കും. എക്സിക്യൂട്ടീവിൻ്റെ അകത്തായിരിക്കും. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ട് 10 മെയിൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് തന്നെയായിരിക്കും. കാരണം എക്സിക്യൂട്ടീവിലാണ് മെയിനായിട്ട് നമ്മുടെ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉള്ളത്, നമ്മൾ സിവിൽ സർവൻസ് ഒക്കെ ഉള്ള IAS ഓഫീസേഴ്സ് ഒക്കെ ഉള്ള അവരാണ് നമ്മുടെ ഈ ഒരു ഡെമോക്രസിയുടെ തന്നെ സ്റ്റീൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അവരായിരിക്കും ബാക്കി പോയിന്റുകളൊക്കെ കൂടുതലും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. നമ്മളിപ്പോൾ നിയമനിർമ്മാണം പാർലമെൻറ്റ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ജസ്റ്റ് ഏറ്റവും മുകളിൽ നോക്കിയിട്ട് അതിനെ പാസ്സാക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഈ സ്കെൽട്ടൻ്റെ അകത്ത് എന്താണ് ബാക്കി ഫില്ലിങ്സ് ഒക്കെ നിറയ്ക്കുന്ന ആരായിരിക്കും, അത് നമ്മുടെ എക്സിക്യൂട്ടീവ് തന്നെ ആയിരിക്കും എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചറിൻ്റെ ഫംഗ്ഷൻ എടുക്കാൻ, ടീച്ചറിന് കുറേ ഫംഗ്ഷൻസ് കാണും. പഠിപ്പിക്കുക മാത്രമായിരിക്കില്ല, സ്കൂളിലെ പിള്ളേരെ നോക്കേണ്ടി വരും, പിന്നെ അതുപോലെ പ്രിൻസിപ്പൽ പറയുന്ന മറ്റ് ഫംഗ്ഷൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് പറ്റും, ടീച്ചർ പിള്ളേരെ ആ സമയത്തേക്ക് നോക്കാൻ വേണ്ടി ഒരു ക്ലാസ് ലീഡറിനെ നിയമിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ലീഡറിലേക്ക് ടീച്ചറിൻ്റെ കുറേ ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ആ ക്ലാസ് ലീഡർ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ടീച്ചറിൻ്റെ ഫംഗ്ഷൻസിനെ ക്ലാസ് ലീഡറിലോട്ട് ഡെലിഗേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ എന്താണ് ഒരു നിയമം സ്കെൽട്ടനായിട്ട് കേന്ദ്രം നിർമ്മിച്ച് ബാക്കി അത് ഫില്ല് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തുള്ള ഏറ്റവും ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് കേന്ദ്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന് വിട്ടുകൊടുക്കും. അതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അതിന് എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കും, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും പാഠം നമ്മൾ പഠിച്ചതിൽ ഒരു വ്യത്യാസമായിട്ടൊരു കോൺസെപ്റ്റാണ്. കാരണം നിയമനിർമ്മാണം ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ നിർമ്മിക്കുന്ന എക്സിക്യൂട്ടീവാണ്. അത് എന്ത് വഴിയാണെന്ന് ചോദിച്ചാൽ അത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴിയാണ്. പക്ഷേ ഒരിക്കലും എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു, ആ നിയമം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള നിയമത്തിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ മാറ്റി വാട്ടർ പൊല്യൂഷൻ ആക്കാൻ അവർക്ക് പറ്റില്ല. അത് തന്നെ ആ ഒരു നിയമത്തിൻ്റെ തന്നെ എസെൻസ് അവിടെ കളയാണ്. ഒരിക്കലും ആ ബില്ലിൻ്റെ എസെൻസിനെ കളഞ്ഞുകൊണ്ടുള്ള മാറ്റങ്ങളൊന്നും ഒരിക്കലും എക്സിക്യൂട്ടീവിന് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്തായാലും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ അതിൻ്റെ ഒരു ആക്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ബില്ലിൻ്റെ എസെൻസിനെ മാറ്റിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ആ എസെൻസ് ഉള്ള ആ മെയിൻ നിയമത്തിനെയാണ് പാരൻ്റ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാരൻ്റ് ലോ എന്ന് ആ മെയിൻ ഇതിനെയാണ് വിളിക്കുന്നത്, മെയിൻ ലോയിനെയാണ് വിളിക്കുന്നത്. അത് പാർലമെൻറ്റ് കൊണ്ടുവരും. അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നതാണ്
എന്തെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്. പക്ഷേ ആ ഡീറ്റെയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും പാരന്റ് ലോയ്ക്ക് വിരുദ്ധമായിട്ട് വരരുത്. ഓക്കെ, അതിന് അനുസൃതമായിട്ടായിരിക്കണം ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് വരേണ്ടത്. അത് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ ഒരു ലെജിസ്ലേറ്റീവ് പവറിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കൃത്യമായിട്ട് ഈ ലാസ്റ്റ് പാരഗ്രാഫ് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് നമ്മൾ രണ്ടാമത്തെ പവറിലേക്ക് പോകണം, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. അതായത് നമ്മൾ പാർലമെൻറ്റ് തന്നെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ നിയമനിർമ്മാണമാണെങ്കിലും മറ്റ് ഫംഗ്ഷൻസും ഉണ്ട്. അത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ആണ്. എന്താണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ്? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് വരുന്ന ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമം നടപ്പിലാക്കുന്ന അതോറിറ്റിയാണ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പാർലമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പാർലമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് ക്വസ്റ്റ്യൻ അവർ, 0 അവർ, ഹാഫ് ആൻ അവർ ഡിസ്കഷൻ, ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ, കോളിംഗ് അറ്റൻഷൻ മോഷൻ, അഡ്ജേൺമെൻറ്റ്, നോൺ കോൺഫിഡൻസ് മോഷൻ പോലത്തെ കുറേ മോഷൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തെന്നൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇനി ഞാൻ പറയത്തില്ല. ഇതാണ് ഈ പാർലമെൻ്ററി ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പവറിന് മേലെ ഒരു കൺട്രോൾ വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓൾ റൈറ്റ്. ഇങ്ങനെ കൺട്രോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഫോം ഓഫ് ഗവൺമെൻറ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്താണ്, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇപ്പോൾ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്, ഇവിടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഇവിടെ ഉള്ളത്. ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ പല രീതിയിൽ നമുക്ക് എക്സിക്യൂട്ടീവിനെ നമുക്ക് ചെക്ക് ആൻഡ് ബാലൻസ് വഴി ചെക്ക് ചെയ്യാം. അതിനുള്ള കുറേ ഡിവൈസസ് ആണ് ഈ ക്വസ്റ്റ്യൻ അവർ, 0 അവർ, ബാക്കിയുള്ള മോഷൻസും കാര്യങ്ങളും അല്ല. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ആക്ടിവിറ്റീസിനെ ചെക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല ഒരു കാര്യം കൂടെയുണ്ട്, കമ്മിറ്റീസ്, പാർലമെൻ്ററി കമ്മിറ്റി. നമ്മൾ അടുത്ത പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ചാണ്. ഈ പാർലമെൻ്ററി കമ്മിറ്റീസ് എന്താണ്, ഇതേപോലെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പാർലമെൻ്ററി കമ്മിറ്റീസ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ പാർലമെൻ്റ് അകത്തുള്ള ഈ ഡിവൈസസും പിന്നെ പാർലമെൻ്ററി കമ്മിറ്റീസും കൂടെ ചേർന്ന് എക്സിക്യൂട്ടീവിനെ ഒരു ചെക്ക് ചെയ്യും, കൺട്രോൾ ചെയ്യും. അതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ പാർലമെൻറ്റ്. പിന്നെ അത് കമ്മിറ്റി വഴിയുള്ള ആ ഒരു കൺട്രോൾ എന്ന് പറയുന്ന മെയിനായിട്ട് പല കമ്മിറ്റീസ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമ്മിറ്റി ഓൺ ഗവൺമെൻറ് അഷുറൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ കമ്മിറ്റി നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിങ്ങളൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് ശ്രമിക്കുക. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, സാധാരണ ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബില്ലുകളും ആക്റ്റുകളും എല്ലാം മോഷൻസും എല്ലാം ക്യാൻസലായി പോകും, അല്ലെങ്കിൽ ലാപ്സ് ആയി പോകുമെന്ന് പറയും. പക്ഷേ അത് കമ്മിറ്റി ഓൺ ഗവൺമെൻറ് അഷുറൻസ് കണ്ട ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആവത്തില്ല എന്ന് പറയും. ഓക്കെ, ഇത് ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ പോയിന്റ് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ അതിൻ്റെ ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. ഓൾ റൈറ്റ്. അടുത്ത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു പാർലമെൻറ്റ് ഇൻ ജനറൽ ആൻഡ് ലോക്സഭ ഇൻ പർട്ടിക്കുലർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു 2013 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മിനിസ്റ്റേഴ്സ് ആർക്കാണ് റെസ്പോൺസിബിൾ? നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ എപ്പോഴും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പവറിനെ ഒരു ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കിയത്. അപ്പോഴതാണ് ഇവിടെ പറയുന്നത്, അത് ലിമിറ്റ് ചെയ്യുന്ന പാർലമെൻറ്റ് അല്ല കൂടുതലായിട്ടും, അത് ലോക്സഭയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ലോക്സഭയിലാണ്. ഒരിക്കലും രാജ്യസഭയിൽ ഇങ്ങനെയുള്ള മെക്കാനിസംസ് സാധാരണ ഉപയോഗിക്കാറില്ല, കൂടുതലും ലോക്സഭയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴെപ്പോഴും മിനിസ്റ്റേഴ്സ് ആർക്കായിരിക്കും റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് എന്നതിലുപരി ഏറ്റവും പിൻ പോയിൻ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ലോക്സഭയാണെന്നുള്ളതാണ്. ലോക്സഭയ്ക്കായിരിക്കും റെസ്പോൺസിബിൾ, അല്ല പാർലമെൻറ്റ്. ജനറലായിട്ട് നമുക്ക് പറയാം പാർലമെൻറ്റ് റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞാലും സ്റ്റേറ്റ്മെൻറ്റ് പാർലമെൻറ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ലോക്സഭയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലും അങ്ങനെയായിരുന്നു, ഓപ്ഷനിൽ പാർലമെൻറ്റ് എന്നാണ് കൊടുത്തിരുന്നത്, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു. കാരണം മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഒൺലി ടു ലോക്സഭ എന്നുള്ളതായിരുന്നു അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മിനിസ്റ്റേഴ്സ് ആർക്കാണ് റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ലോക്സഭയ്ക്കാണ്, അല്ല പാർലമെൻറ്റ് കംപ്ലീറ്റ് ഇല്ല, രാജ്യസഭ അതിൽ പെടത്തില്ല എന്ന് ഓർക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. മിനിസ്റ്റേഴ്സ് കളക്റ്റീവ് റെസ്പോൺസിബിൾ ടു പാർലമെൻറ്റ്, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് കളക്റ്റീവ് റെസ്പോൺസിബിൾ ടു ലോക്സഭ എന്നുള്ളത്. ഓക്കെ, ഇവിടെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കൂടി ചേർന്ന് എല്ലാ മിനിസ്റ്റേഴ്സും കളക്റ്റീവ്ലി ആർക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും, ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ തന്നെ മിനിസ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നതിലും അവരുടെ ഓരോ കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ 2 ടൈപ്പ് റെസ്പോൺസിബിലിറ്റി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ 2 റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തു കൃത്യമായിട്ട് അവർക്ക് ആ ഒരു പാർലമെൻ്ററി കൺട്രോളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് അവരുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, ഏതൊക്കെ ടൂൾസ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻ അവർ, 0 അവർ, അഡ്ജേൺമെൻറ്റ് മോഷൻ പോലത്തെ ടൂൾസ് ഉപയോഗിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റി വഴി അവരെ സെൻസർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പവറിനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി, ലിമിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ട് പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ നമ്മൾ നോക്കിയത്. ഇതെന്ന് പറയുന്ന അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്
കോൺഫിഡൻസ് ഉള്ള സമയം മാത്രമേ ലോക്സഭയിൽ മെജോറിറ്റി കാണത്തുള്ളൂ. അത് നമ്മൾ സ്ഥിരം പറയുന്ന പോയിൻ്റാണ്. അതായത് എപ്പോഴും അവിടെ ലോക്സഭയിനകത്ത് റൂളിംഗ് പാർട്ടിക്ക് മെജോറിറ്റി വേണം, എന്നാലേ അവർക്ക് ഗവൺമെൻറ് ഫോം ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റൂ. എപ്പോഴും അവർക്ക് ആ മെജോറിറ്റി പോകുന്നു, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ആ ഒരു കോൺഫിഡൻസ് പോകുന്നു, അപ്പോഴവിടെ എന്ത് ചെയ്യും, അവർ താഴെ ഇറങ്ങേണ്ടി വരും എന്നുള്ളത്. ആ സമയത്ത് അവർ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ താഴെ ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതും എന്താണ്, ഇതൊരു ചെക്ക് പോലെയാണ്. കാരണം മെജോറിറ്റി ഇല്ലാത്തൊരു പാർട്ടി അവിടെ ഇരിക്കേണ്ടാവുന്ന രീതിയിലാണ് ആ ഒരു ചെക്ക് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. ഇത് അതിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നോ കോൺഫിഡൻസ് മോഷൻ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ തോന്നും. പക്ഷേ അത് മാത്രമല്ല, മറ്റ് രീതികളിലും ഗവൺമെൻറ്റിന് കോൺഫിഡൻസ് ഇല്ല എന്ന് കാണിക്കാൻ പറ്റും. അതിലൊരെണ്ണമാണ് മോഷൻ ഓഫ് താങ്ക്സ്. എല്ലാ വർഷവും പ്രസിഡൻറ്റ് ഫസ്റ്റ് ഒരു ഇനാഗുറൽ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇനാഗുറൽ അഡ്രസ്സ് പാസ്സായില്ല എന്ന് വയ്ക്കാം. അപ്പോഴും എന്താണ്, ഗവൺമെൻറ് കോൺഫിഡൻസ് ആണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. കാരണം ഇത്രയും മെജോറിറ്റി വന്ന ഗവൺമെൻറ് അവിടെ ഇരുന്നിട്ടും ആ ഒരു മോഷൻ ഓഫ് താങ്ക്സ് പാസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് അവിടെ ചെക്ക് ചെയ്യപ്പെടുകയാണ്. അത് ചിലപ്പോൾ എന്താണ്, ഗവൺമെൻറ് തന്നെ റെസിഗ്നേഷനിലേക്ക് നയിച്ചിരിക്കാം. മണി ബില്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലുള്ളവരാണ് മണി ബില്ല് പാസ്സായില്ല, അത് റിജക്റ്റായി. എന്നാലും എന്താണ്, ഗവൺമെൻറ് കോൺഫിഡൻസ് ചോദ്യം ചെയ്യപ്പെടാം. സെൻസർ മോഷനിലെ അഡ്ജൺമെൻറ്റ് മോഷൻ പാസ്സാവുകയാണെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മോഷനാണ്. അതായത് ജനറൽ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പാർലമെൻറ്റിൻ്റെ വർക്കിങ്ങിനെ തന്നെ നിർത്തിക്കൊണ്ടാണ് സെൻസർ മോഷനും അഡ്ജൺമെൻറ്റ് മോഷനൊക്കെ സാധാരണ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു മോഷൻ പാസ്സാവേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെയും ഗവൺമെൻറ് കോൺഫിഡൻസ് ആണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഇൻ പ്രാക്ടീസിൽ ഇതൊന്നും പാസ്സാവത്തില്ല കേട്ടോ. കാരണം എന്തായാലും ഗവൺമെൻറ് ആയിരിക്കും മെജോറിറ്റി, പാസ്സാവത്തില്ല. നമ്മളിപ്പോഴത്തെ ഹിസ്റ്ററി നോക്കിയാലും മനസ്സിലാവും, അങ്ങനെ സാധാരണ പാസ്സാവത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കൊലേഷൻ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ള മോഷൻസൊക്കെ ഡിഫീറ്റ് ആവപ്പെടുന്നു, കോൺഫിഡൻസ് ചെക്ക് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ വൈറ്റലായിട്ടുള്ള ഇഷ്യൂസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ ഡിഫീറ്റ് ആവുകയാണ്. അതുപോലെ കട്ട് മോഷൻ, നമ്മൾ ഇന്നലെ ബഡ്ജറ്റിൽ പഠിച്ചാണ് കട്ട് മോഷനും അതിൻ്റെ 3 ടൈപ്പ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ആ ഒരു കട്ട് മോഷൻ പാസ്സാവണം. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് സാധാരണ കട്ട് മോഷൻസ് ഒന്നും പാസ്സാവാറില്ല, കാരണം അവിടെ മെജോറിറ്റി ഉള്ളതുകൊണ്ട് പാസ്സാവാറില്ല. അഥവാ പാസ്സായാൽ അവിടെ ഗവൺമെൻറ് മെജോറിറ്റി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 സിറ്റുവേഷൻസിൽ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് ചോദ്യം ചെയ്യപ്പെടും, അത് റെസിഗ്നേഷനിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ പാർലമെൻറ്റ് പറയുന്നുണ്ട്, ഗവൺമെൻറ് ഫോം ചെയ്യേണ്ട, സസ്റ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ള ഗവൺമെൻറ്റിനെ മാത്രം നിലനിർത്തിയിരിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടെ പാർലമെൻറ്റിനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ എക്സ്പെൽ ചെയ്ത് കളയുക. എന്നിട്ട് അടുത്ത ജനറൽ ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിച്ച് പിന്നെ മെജോറിറ്റി ഉള്ള ഒരാൾ കൊണ്ടുവരിക എന്നുള്ളതും കൂടെ ഈ ഒരു പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നോക്കിയത്. ഒന്ന്, പല ടൂൾസ് വഴിയും പല പാർലമെൻ്ററി ഡിവൈസസ് വഴിയും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റികൾ വഴിയും എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷനെ ലിമിറ്റ് ചെയ്യുക, അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് പോലെ ആക്ട് ചെയ്യുക. 1. 2, ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് മെയിൻലി ആര് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ആണ്, അതിന് പർട്ടിക്കുലർ ആയി ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ കളക്റ്റീവായിട്ടും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻസ് ആ സഭയിൽ വേണം താനും. അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെൻറ്റ് ഉറപ്പ് വരുന്നുണ്ട്. കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പല രീതികളിലൂടെ ഗവൺമെൻറ് പുറത്താക്കി പുതിയ ഇലക്ഷൻ വഴി ആൾക്കാരെ സെലക്ട് ചെയ്യും. അതും പാർലമെൻറ്റ് ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്. ഈ 2 കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഫംഗ്ഷനിലോട്ടാണ്. ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, കാരണം ഇന്ന് കഴിഞ്ഞ ക്ലാസ് ഫുള്ള് ഞാൻ പറഞ്ഞത് ഫൈനാൻഷ്യൽ ഫംഗ്ഷനാണ് പാർലമെൻറ്റിൻ്റെ. ബഡ്ജറ്റ് പാസ്സാക്കുക എന്നുള്ളതാണ്. ഏത് ടാക്സ് പിരിക്കണമെന്നുണ്ടെങ്കിലും, എന്ത് എക്സ്പെൻസ് അല്ലെങ്കിൽ എന്ത് ചിലവ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് അപ്രൂവൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത്. അതിൽ നമുക്കറിയാം, വരവെന്ന് പറയുമ്പം വരവ് എവിടെ നിന്ന് കിട്ടും, ടാക്സിൽ നിന്ന് കിട്ടും. ടാക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ബില്ല് പാസ്സാവണം. അടുത്ത് ചിലവെന്ന് പറയുമ്പോൾ ചിലവെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാവണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, അത് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ വരവും ചിലവും ഇതിൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം. അതാണ് ബഡ്ജറ്റിൻ്റെ 2 പാർട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ബാക്കി പാർട്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ റെസീപ്റ്റും എക്സ്പെൻഡിച്ചർ ലീഗലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിന് വേണം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഫൈനാൻഷ്യൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് ഉണ്ട്. പാർലമെൻ്ററി കമ്മിറ്റീസിൻ്റെ ഒരു പാർട്ടാണ് ഈ ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഏതൊക്കെ ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് എന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നോക്കും. അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3 ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. 3 കമ്മിറ്റി നമ്മളിവിടെ നോക്കി. പിന്നെ ഒരു കമ്മിറ്റി ഓൺ ഗവൺമെൻറ് അഷുറൻസ് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഉണ്ടെന്ന് വെച്ചിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത നമ്മൾ പാഠത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇവരാണ് ഇല്ലീഗലും ഇറഗുലറും അൺഓത്തറൈസ്ഡുമായിട്ടുള്ള പൈസയുടെ വേസ്റ്റേജിന് തടയാൻ വേണ്ടി ഒരു ചെക്ക് പോലെ നിൽക്കുന്ന മറ്റൊരു മെക്കാനിസമാണ് അവരുടെ ഫൈനാൻഷ്യൽ കമ്മിറ്റീസ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഫംഗ്ഷനിൽ ഒന്ന് ബഡ്ജറ്റ്,
പിന്നെ ഫൈനാൻഷ്യൽ കമ്മിറ്റികളുടെ സ്ക്രൂട്ടിനിയും കാര്യങ്ങളൊക്കെയാണ് പാർലമെൻറ്റ് ഫൈനാൻഷ്യൽ ഫംഗ്ഷനിൽ രണ്ടാമത് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫൈനാൻഷ്യൽ മാറ്ററിൽ 2 സ്റ്റേജായിട്ടാണ് ഈ ഒരു കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എത്രയൊക്കെ പൈസ അവർ ചിലവാക്കണം, എത്രയൊക്കെ പൈസ അവർ വരവായിട്ട് എടുക്കണം എന്നുള്ളത് കൺട്രോൾ, ബഡ്ജറ്റ് കൺട്രോൾ. അടുത്ത് പോസ്റ്റ് ബഡ്ജറ്റ് കൺട്രോൾ, ബഡ്ജറ്റിന് ശേഷം പാർലമെൻ്ററി കമ്മിറ്റി വെച്ച് അവർ പൈസ ചിലവാക്കുന്ന രീതിയിലുള്ള പിഴവുകളും കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തിനിങ്ങനെ ചിലവാക്കി എന്നുള്ളൊരു ചോദ്യം അവിടെ വരും, പബ്ലിക് സ്ക്രൂട്ടിനി വരും, അടുത്ത ഇലക്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓൾറൈറ്റ്, അങ്ങനെ 2 രീതി, ബഡ്ജറ്റ് കൺട്രോളും പോസ്റ്റ് ബഡ്ജറ്റ് കൺട്രോളുമായിട്ട് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻസ് പാർലമെൻറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആന്യൂറ്റി ബേസ്ഡ് ആയിരിക്കും എന്ന് നോക്കുക, അതായത് വർഷമായിരിക്കും വരുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ, അങ്ങനെ ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും വേണ്ടിയാണ് ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർലമെൻ്ററി ഗ്രാൻറ്റും എല്ലാം ഒരു ഫൈനാൻഷ്യൽ ഇയറിലത്തേക്കാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ആ ഒരു പൈസ ഇപ്പോൾ ഏപ്രിൽ 1 അനുവദിച്ച് മാർച്ച് 31 വരെ ഒരു പൈസ നമ്മൾ അനുവദിച്ച് കൊടുത്തു. ആ പൈസ അവർ ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പൈസ എല്ലാം അല്ലെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ കൊടുക്കും. അതായത് കുറേ റോഡ് നിർമ്മിക്കാൻ വേണ്ടി 100 കോടി അനുവദിച്ചു, അതിൽ 75 കോടി മാത്രമേ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 25 കോടി അൺസ്പെൻഡ് ആയി അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കോടി തിരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ പോകും എന്നുള്ളതാണ്. അതിനെ റൂൾ ഓഫ് ലാപ്സ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്, റൂൾ ഓഫ് ലാപ്സ്. ഓക്കെ, അങ്ങനെയാണ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ കൺട്രോൾ പാർലമെൻറ്റ് വയ്ക്കുന്നത്. അങ്ങനെ റിസർവ് ഫണ്ടൊന്നും ഓതറൈസേഷൻ ഇല്ലാതെ നമുക്ക് ചുമ്മാ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ പോകും. അടുത്ത ബഡ്ജറ്റിൽ ആ പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അത് പാസ്സായി വന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ചിലപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഫൈനാൻഷ്യൽ ഇയർ തീരാറായല്ലോ, മാർച്ച് 31 വരെ ഉള്ളൂ. അപ്പോൾ ഈ ഫെബ്രുവരിയൊക്കെ ആവുന്ന സമയത്തിന് തള്ളു തുടങ്ങും, അല്ലെങ്കിൽ ചിലവാക്കാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ ഇഷ്ടംപോലെ അൺസ്പെൻഡ് ആയിട്ട് ഇഷ്ടംപോലെ ഫണ്ട് കാണുമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഗവൺമെൻറ് ചിലവാക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, ഒരു ജാനുവരി ഫെബ്രുവരി സമയത്തൊക്കെ റോഡുകൾ വരുന്നതിൻ്റെ അളവ് ചിലപ്പോൾ കൂടും. ഞാൻ കള്ളം പറയുന്നതല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ചില സമയങ്ങളിലൊക്കെ റോഡ് നിർമ്മാണമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ സമയത്ത് നേരത്തെ നമ്മൾ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്ത് വന്നതിൻ്റെ ആ എമൗണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറേ അൺസ്പെൻഡ് ആയിട്ടുള്ള ഫണ്ട് കാണും. അപ്പോൾ ആ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർ മെയിനായിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പൈസ എല്ലാം കൂടി ഈ ഒരു റൂൾ ഓഫ് ലാപ്സ് വഴി ലാപ്സ് ആയി പോകും, തിരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ പോകും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം പൈസ ചിലവാക്കാൻ വേണ്ടി ആണ്. ഇത് ചിലപ്പോൾ അവർ ഇപ്പോൾ കറപ്ഷൻ നടത്താനും ഒരു ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ കൂടുതൽ പൈസ ചിലവാക്കും, കൂടുതൽ പൈസ തട്ടാം എന്നൊരു ഇതും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മറക്കണ്ട, അത് പ്രാക്ടിക്കൽ വശമാണ്, നമ്മൾ തിയറി വശത്തിൽ നമ്മൾ അങ്ങനെ പറയില്ല സ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മാർച്ച് സമയത്ത് ചിലവാക്കുന്നതിനെ മാർച്ച് റഷ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ മാർച്ച് സമയത്ത് ഭയങ്കര ചിലവാക്കലായിരിക്കും. കാരണം ഏപ്രിൽ 1 തൊട്ട് പുതിയൊരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയാണ്, പിന്നെ അവർക്ക് ചിലവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ആ ഒരു മാർച്ച് റഷ്യൻ്റെ പോയിൻ്റ് കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ പാർലമെൻറ്റ്. അടുത്ത 4ാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പാർലമെൻറ്റ് അധികാരമാണ്, വേറെ ഒന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുകൾ കൊണ്ടുവരാനുള്ള പാർലമെൻറ്റ് അധികാരത്തിനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പവേഴ്സിൽ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല രീതി അമെൻഡ് ചെയ്യുക. ചിലപ്പോൾ സിമ്പിൾ മെജോറിറ്റിയിലായിരിക്കും, ചിലപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയിലായിരിക്കും, ചിലപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയും കഴിഞ്ഞിട്ട് ഹാഫ് ദ സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ പകുതി സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷനും വേണം. അപ്പോൾ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു പാഠത്തിൽ പറയുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും, ഈ ഒരു അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇത്രയും ഇതുവരെയുള്ള പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 3 രീതി, സിമ്പിൾ, സ്പെഷ്യൽ മെജോറിറ്റി, അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് ഹാഫ് ദ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ. ഇങ്ങനെ 3 രീതിയിൽ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ 3 കേസസിൽ എക്സ്ക്ലൂസീവ്ലി പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൻ്റെ കയ്യിലല്ല എന്നുള്ള കൃത്യം മനസ്സിലാക്കുക. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ലോക്സഭ രാജ്യസഭ, അല്ലാതെ സ്റ്റേറ്റിൻ്റെ നിയമസഭകളിൽ വരത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിനെ പറ്റത്തുള്ളൂ, ഒരിക്കലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൽ പറ്റത്തില്ല. അത് 3 കേസിലായിരുന്നു. പിന്നെ ഒരു എക്സെപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ കാര്യം. ഇതിൻ്റെ ആർട്ടിക്കിൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ക്രിയേഷൻ ഓഫ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് പറയുന്നതെന്ന് ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ കേരളത്തിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് ഓൾറെഡി. അപ്പോൾ അവർക്ക് ഇനി 2ാമത് ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ തുടങ്ങാറുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിൽ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അപേക്ഷിക്കാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കർണാടകയിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അബോളിഷ് ചെയ്യാൻ എന്ത് ചെയ്യാം, അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേഷന് വേണ്ടി സ്റ്റേറ്റുകൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അബോളിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെ സ്റ്റേറ്റുകൾക്കാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കുക.
ഇതൊക്കെ ഒരു എക്സസൈസാണ്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളും കൂടെ ഓർത്ത് പോകണം, അതിനാണ് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ് ചെയ്യാനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനും പാർലമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാം. അതനുസരിച്ച് ആ റെസൊല്യൂഷന് വേണ്ടി പാർലമെൻറ്റ് ഒരു ആക്ട് കൊണ്ടുവരികയാണെങ്കിൽ അതനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടാം. അല്ലാതെ ഒരു രീതിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഇടപെടാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫെഡറലിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണെങ്കിൽ 14 സംസ്ഥാനങ്ങളുടെ ഒരു പാസ് അല്ലെങ്കിൽ അവരുടെ ഒരു റാറ്റിഫിക്കേഷൻ കൂടെ വേണ്ടി വരും ചില കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ചിലതിന് സിമ്പിൾ സ്പെഷ്യൽ മെജോറിറ്റി മതി, പക്ഷേ ചിലടത്ത് സ്പെഷ്യൽ മെജോറിറ്റിയുടെ പകുതി സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ കൺസെൻറ്റും കൂടെ വേണം. അത് മെയിനായിട്ട് വരുന്നതാണ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റുമായിട്ടുള്ള റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും വരുമ്പോഴാണ് സാധാരണ ഈ ഒരു പ്രൊവിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പവർ ഒരിക്കലും അൺലിമിറ്റഡ് അല്ല. ബേസിക് സ്ട്രക്ചറിന് വിധേയമായിട്ട് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മൾ കേശവാനന്ദ ഭാരതി കേസിൽ പഠിച്ചത്. കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ പറയുന്നുണ്ട്. ഒരു സിമ്പിൾ എളുപ്പവഴി പറയണമെന്നുണ്ടെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് കൊണ്ടുവന്ന ദിവസം സച്ചിൻ്റെ ബർത്ത്ഡേ അന്നാണ്, സച്ചിൻ ജനിച്ചതിൻ്റെ അന്നാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. അപ്പോൾ എന്നൊന്ന് മനസ്സിലായി കാണും. ഏപ്രിൽ 24 ഏപ്രിൽ 24 1973 കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതിലാണ് ബേസിക് സ്ട്രക്ചർ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിന് വിരുദ്ധമായിട്ട് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് ആര് പറയും? അത് കോടതിയിൽ ഓരോ ജഡ്ജ്മെൻറ്റ് വഴി പറയും. ഏതൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിൻ്റെ പാർട്ടെന്ന് നിങ്ങളൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കുക. അത് നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുക. പക്ഷേ അത് എന്താണ്, ഈ ഒരു ബേസിക് സ്ട്രക്ചറിന് വിധേയമായിട്ട് മാത്രമേ ഈ ഒരു കോൺസ്റ്റൻറ്റ് പവർ പാർലമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. അൺലിമിറ്റഡ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഓർത്ത് വച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ. അടുത്ത് ജുഡീഷ്യൽ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മെയിനായിട്ട് പ്രസിഡൻറ്റിനെയൊക്കെ ഇമ്പീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവരെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള അധികാരമാണ് ആ ജുഡീഷ്യൽ പവറിൽ മെയിനായിട്ട് വരുന്നത്. പ്രസിഡൻറ്റ് ഇമ്പീച്ച് ചെയ്യുക, വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുക. അതുപോലെ ജഡ്ജസിനെ റിമൂവലിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ചീഫ് ജസ്റ്റിസിൻ്റെ ആയപ്പോലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ മാത്രമല്ല, ജഡ്ജ്, അത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി, ഹൈക്കോടതിയിലെ ആയിക്കോട്ടെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, പിന്നെ കംട്രോളർ, ഓഡിറ്റർ ജനറൽ ആയിക്കോട്ടെ, അവർക്കൊക്കെ പ്രസിഡൻറ്റിനെ വെച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കാനും ആർക്ക് അധികാരമുണ്ട്? പാർലമെൻറ്റ് അധികാരമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഓൾറെഡി പ്രസിഡൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പ്രസിഡൻറ്റിനാണ് നമ്മൾ ആ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള അതോറിറ്റികൾ, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന പാഠങ്ങളിൽ പഠിക്കും. ജുഡീഷ്യറി എന്ന ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡീസിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കും. പിന്നെ കൺട്രോളർ, ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പഠിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ്, അവരുടെ റിമൂവലിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആർക്ക്? പ്രസിഡൻറ്റിന് റെക്കമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റ് അധികാരമുണ്ട്. ആരുടെയൊക്കെ റിമൂവൽ? ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, അതിപ്പോൾ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും വരും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, കൺട്രോളർ, ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രിവിലേജിൻ്റെ ബ്രീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിനെ പണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനെ പണിഷ് ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട്. അതാണ് നമ്മൾ അടുത്ത് ഈ ഒരു മൾട്ടി ഫങ്ഷണൽ റോൾ പാർലമെൻറ്റ് പഠിച്ചിട്ട് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന മെയിൻ ഒരു ടോപ്പിക്കാണ് എന്താണ്, പാർലമെൻ്ററി പ്രിവിലേജസ്. പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് കുറേ എക്സ്ട്രാ പവേഴ്സ് ഉണ്ട്. അതിനെ പാർലമെൻ്ററി പ്രിവിലേജുകൾ എന്ന് പറയും. ഈ പാർലമെൻ്ററി പ്രിവിലേജ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നത്. അതങ്ങനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരം, അതിപ്പോൾ പാർലമെൻറ്റിലെ സ്വന്തം അംഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് വിസിറ്റേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റംഗങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരം പാർലമെൻറ്റുണ്ട്. അങ്ങനെയാണ് അവരുടെ ജുഡീഷ്യൽ പവർ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഓഫീസുകൾ റിമൂവ് ചെയ്ത് കളയാം, ഇമ്പീച്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം. അതുപോലെ ചില റിമൂവലിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം. പിന്നെ രണ്ടാമത് ഏതെങ്കിലും പാർലമെൻ്ററി പ്രിവിലേജിനെ ബ്രീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പണിഷ് ചെയ്യാനുള്ള അധികാരം. ഇതാണ് നമ്മുടെ പാർലമെൻറ്റ് ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രൽ പവേഴ്സ് എന്താണ്? ഇലക്ഷന് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതായത് ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റിൽ തന്നെ പ്രസിഡൻറ്റ് ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പാർലമെൻറ്റ്. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പിന്നെ വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പീക്കറിനെ, ഡെപ്യൂട്ടി സ്പീക്കറിനെ എലക്ട് ചെയ്യുന്നുണ്ട്. ലോക്സഭ, രാജ്യസഭ ആരെ എലക്ട് ചെയ്യുന്നുണ്ട്? ഡെപ്യൂട്ടി ചെയർമാനെ എലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇലക്ഷനും ചെറിയൊരു റോൾ ആർക്കുണ്ട്? പാർലമെൻറ്റുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നുള്ള കാര്യം തന്നെ. പിന്നെ ഇതിൻ്റെ ഓരോ റോളുകളും നമ്മൾ പല ഹെഡുകളിൽ ക്ലാസിഫൈ ചെയ്യുന്നതെന്നേ ഉള്ളൂ പഠിക്കാൻ എളുപ്പത്തിന്. ഒന്ന് എന്താണ്, പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. രണ്ടെന്താണ്, ലോക്സഭ രാജ്യസഭയ്ക്ക് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയൊക്കെ എലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രൽ പവേഴ്സ് ഈ ഒരു പാർലമെൻറ്റ് വന്ന് ചേരുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റൂൾസ് കൊണ്ടുവരാൻ പറ്റും ഇലക്ഷൻ്റെ. പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എലക്ഷൻസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് പാർലമെൻറ്റ് കൊണ്ടുവരാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അത് പാർലമെൻറ്റിലെ അംഗങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ അംഗങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാർലമെൻറ്റ് ഇതിനു വേണ്ടി കൊണ്ടുവരാം.
അതുപോലെ തന്നെ പാർലമെൻറ്റ് എന്താണ് പ്രസിഡൻഷ്യൽ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ഒരു ആക്റ്റാണ് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ആക്ട് ഓഫ് 1952. അതിനുശേഷം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ഇതിൽ നിന്നാണ് വരുന്നത്, നമുക്കറിയാം. ഈ ആക്റ്റൊക്കെ പാസ്സാക്കുന്നത് എന്തായാലും പാർലമെൻറ്റ് തന്നെ ആയിരിക്കും. ആ രീതിയിൽ എന്താണ് കുറച്ച് ഇലക്ട്രൽ ഫംഗ്ഷൻസ് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊന്ന് കൃത്യമായിട്ട് ഓർക്കെ. ഇലക്ട്രൽ ഫംഗ്ഷൻസ് ഏതൊക്കെ? ഒന്ന്, ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പിന്നെ അതുപോലെ ചെറിയ ഇലക്ഷൻ അവർ നടത്തുന്നു. ലോക്സഭയിലായിട്ട് സ്പീക്കറിനെ ഡെപ്യൂട്ടി സ്പീക്കറിനെ സെലക്ട് ചെയ്യുന്നു, രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാനെ എലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് വൈസ് പ്രസിഡൻ്റാണ്. അത് ഓൾറെഡി നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് അത് എടുത്ത് പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാൻ, ആ ഒരു ഇലക്ഷൻസൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ നിയമങ്ങളാണ് ഈ എക്സാമ്പിൾ നമ്മൾ നോക്കി. ഇങ്ങനെയാണ് ഒരു പാർലമെൻറ്റ് ഇലക്ട്രൽ ഫംഗ്ഷൻസ്. അടുത്ത് മറ്റ് എന്തൊക്കെ പവേഴ്സാണ് അവർക്കുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡെലിബറേറ്റീവ് ബോഡി ഇൻ ദ കൺട്രി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇഷ്ടംപോലെ ഡെലിബറേഷൻസ് അവിടെ നടക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒരു രാജ്യത്തിന് നടക്കുന്ന ഒരു ബോഡിയാണ്. ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും സീക്രട്ടീവ് ആയിട്ടുള്ള ഡിസ്കഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയും ക്യാബിനറ്റ് ആണെന്ന് പറയും. അതിനുശേഷമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു ബോഡിയാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇഷ്ടംപോലെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റ് ഫംഗ്ഷനാണ് പാർലമെൻറ്റ്. അതുപോലെ തന്നെ 3 എമർജൻസി അപ്രൂവ് ചെയ്യുന്നു. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി ഒക്കെ പ്രസിഡൻറ്റ് പ്രൊക്ലെയിം ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്രൂവൽ ആർക്ക് വേണം? അത് പാർലമെൻറ്റ് കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി എമർജൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണോ അബോളിഷ് ചെയ്യണോ എന്നുള്ള അധികാരമുള്ളത് പാർലമെൻറ്റ് തന്നെയാണ്. അത് പാസ്സാക്കുന്ന പാർലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതും അവിടെ ഒരു പവറായിട്ട് പറയുന്നുണ്ട്, ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ യൂണിയൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയൊക്കെ ബൗണ്ടറി ചേഞ്ച് ചെയ്യുക, ഏരിയയിൽ മാറ്റം വരുത്തുക, ഏരിയ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടറിയിൽ മാറ്റം വരുത്തുക, പേര് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, ഓരോ പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് വെച്ച് പറയുന്നുണ്ടെന്നേ ഉള്ളൂ പാർലമെൻറ്റ് ഫംഗ്ഷനായിട്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഓർഗനൈസേഷനും അതുപോലെ ജൂറിസ്ഡിക്ഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന് ഉദാഹരണം തന്നെ ചില സംസ്ഥാനങ്ങൾ 2 സംസ്ഥാനങ്ങൾ ചേർത്ത് കോമൺ ഹൈക്കോർട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർലമെൻറ്റാണ്. അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എത്രയായിരിക്കണമെന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പാർലമെൻറ്റ് പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം റിട്ട് ജൂറിസ്ഡിക്ഷനാണ്. കോടതിക്ക് റിട്ട് ഇഷ്യൂ ഉള്ള അധികാരമുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ഇനി ഏതെങ്കിലും കോടതിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് പാർലമെൻറ്റ് ഒരു നിയമം വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള അധികാരം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ് കോടതിയിലെ ജൂറിസ്ഡിക്ഷനാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് പാർലമെൻറ്റ് പവറുണ്ട്. ഇതൊക്കെയാണ് പാർലമെൻറ്റ് പല അധികാരങ്ങളെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെച്ചിരിക്കുക. പാർലമെൻറ്റ് മൾട്ടി ഫങ്ഷണൽ റോള്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് പാർലമെൻ്ററി കൺട്രോളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് പാർലമെൻ്ററി കൺട്രോൾ. ഓക്കെ, ഇപ്പോൾ ഇൻഎഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് എന്തൊക്കെ കൺട്രോളുകൾ ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ പല പവേഴ്സ് വഴി നോക്കി. അപ്പോൾ ആ പവേഴ്സൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞു ഇതൊക്കെ ആരാണ്? ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം അറിവുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിൽ തന്നെ പ്രോസസ്സിൽ എത്രത്തോളം അവർക്ക് അറിവുണ്ട്? വളരെ ചുരുക്കം അറിവേ ഉള്ളൂ. എത്രത്തോളം സമയമുണ്ട്? ഒട്ടും സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു പാർലമെൻ്ററി കൺട്രോളിലുള്ള ഇൻഎഫക്റ്റീവായിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്, പാർലമെൻറ്റിന് സമയവും ഇല്ല, അതുപോലെ തന്നെ എക്സ്പെർട്ടീസും ഇല്ല ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ ഈ ഒരു ഇത്രയും വലിയ കോംപ്ലക്സിറ്റിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ ഫൈനാൻഷ്യൽ കൺട്രോൾ എന്താണ് വളരെ ഹിൻഡേഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ പോയിന്റ് ഈ പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് 2 രീതിയിലാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ വരുന്നത്. ഒന്ന് ബഡ്ജറ്റ് സമയത്തും പിന്നെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും ഉള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ടെക്നിക്കലാണ് ഈ സംഭവങ്ങൾക്ക്. ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ ഈ പൊളിറ്റീഷ്യൻസിന് മനസ്സിലാകത്തില്ല. പാർലമെൻറ്റേറിയൻസ് സാധാരണ ലെയ്മാൻ പോലെ ആയതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകത്തില്ല. ഇതിനെക്കുറിച്ച് അഗാധമായ അറിവുള്ള ആൾക്കാർ നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് നമ്മൾ എക്സിക്യൂട്ടീവിലേക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അവർക്ക് അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു മുകളിൽ നിന്നൊരു കൺട്രോൾ മാത്രമേ അവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് അവർ തന്നെയാണ് കൂടുതൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പാർലമെൻറ്റ് സൈസ് വളരെ വലുതാണ്, ഈ അൺഇമാജിനബിൾ ആണ്, എഫക്റ്റീവ് ആവാൻ വേണ്ടി വളരെ അൺഇമാജിനബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഇതിൻ്റെ അകത്തിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ, ലെയ്മാനായിട്ടുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് വളരെ വലുതായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത് മെജോറിറ്റി സപ്പോർട്ട് എക്സിക്യൂട്ടീവിനാണ് ഉള്ളത്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് പറയുന്ന കാര്യങ്ങളെ കൂടുതൽ ഇവിടെ പാസ്സാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം, ഒരു എഫക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ
നമ്മുടെ പ്രതിപക്ഷം പോലും വളരെ വീക്കാണ്. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്താലും മനസ്സിലാവും, പ്രതിപക്ഷം വളരെ വീക്കാണ്. അതുകൊണ്ട് ഒരു സ്ട്രോങ് ക്രിറ്റിസിസം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ അടുത്തുള്ള നമ്മളെ ഫൈനാൻഷ്യൽ കമ്മിറ്റീസ്. നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് 2 രീതിയിലാണ് പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന എക്സിക്യൂട്ടീവിനെ. ഒന്ന് ബഡ്ജറ്റ് സമയത്തും പിന്നെ പോസ്റ്റ് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് മെയിനായിട്ട് ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് വഴി. അതിൽ തന്നെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ് ചിലവാക്കിയതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്ത ഈ ചിലവുകളിൽ തെറ്റുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഒരു പോസ്റ്റ് മാർട്ടം വർക്ക് പോലെയാണ്, ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ അതിനെ ഒരു കറക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലവാക്കുന്നതിന് മുമ്പ് തന്നെ ആ തെറ്റുകൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിലവാക്കരുത്, എന്നാൽ പ്രശ്നമാവും, അതുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ തിരുത്തുക എന്നൊരിക്കലും പറയാനുള്ള പവർ അവർക്കില്ല. അതുകൊണ്ട് ഒരു പോസ്റ്റ് മാർട്ടം വർക്കാണ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, പാർലമെൻറ്റ് ഒരു ഇൻഎഫക്റ്റീവ്നെസ്സിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഗില്ലറ്റീൻ ഉപയോഗിക്കുന്നു കൂടുതലായിട്ട്. അതായത് ഗില്ലറ്റീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം കുറേ ആക്റ്റുകൾ ക്ലോസ് ബൈ ക്ലോസ് പഠിക്കും. ഇപ്പോൾ 100 പോയിൻറ്റുകളുണ്ടെന്ന് നോക്കിയാൽ 10 പോയിൻ്റൊക്കെ അവർ പഠിക്കും. 10 പോയിൻറ്റ് പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള സമയം തീരും. പിന്നെയുള്ള 90 പോയിൻറ്റ് അവർ ഒരുമിച്ച് എല്ലാം കൂടി ഈ 10 പോയിൻറ്റും ഈ 90 പോയിൻറ്റും കൂടെ ഒരുമിച്ച് 100 പോയിൻ്റായിട്ട് എടുത്തിട്ട് ഒരുമിച്ച് വോട്ട് ചെയ്ത് പാസ്സാക്കി വിടും. അതിനാണ് നമ്മൾ ഗില്ലറ്റിൻ ചെയ്ത് വിടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗില്ലറ്റിൻ ചെയ്ത് വിടുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പഠനം അവിടെ നടക്കുന്നില്ല, അതിന് ക്രിറ്റിസിസം അവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഫൈനാൻഷ്യൽ കൺട്രോളിൻ്റെ സ്കോപ്പ് അവിടെ കുറയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ കൂടുമ്പോൾ സത്യം പറഞ്ഞാൽ നിയമം നിർമ്മിക്കുന്ന അപ്പോൾ ഇൻഎഫക്റ്റ് ആരായി, എക്സിക്യൂട്ടീവായി, പാർലമെൻ്റ് അല്ല. നമ്മൾ ഇത്രയും കാലം പാർലമെൻറ്റ് നിയമനിർമ്മാണം എന്ന് പഠിച്ചിട്ട് നമ്മളിപ്പം പഠിക്കുന്നത് എല്ലാം ഡെലിഗേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ പാർലമെൻറ്റിൻ്റെ റോളിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോ അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നില്ല. ബ്യൂറോക്രസിയുടെ പവേഴ്സിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്താണ്, പാർലമെൻ്ററി കൺട്രോൾ അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ഒരു പാർലമെൻറ്റ് തന്നെ പ്രൈമറി ഫംഗ്ഷൻ അവിടെ കുറയാണ് എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡിനൻസുകളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പ്രൊമിൽഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പാർലമെൻറ്റ് പവറിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതും കാരണമാകും. ഞാൻ പറഞ്ഞു പാർലമെൻറ്റ് റെസസ് ആയിരിക്കുന്ന സമയത്താണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഡിനൻസുകൾ വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത രീതിയിലൊരു ഓർഡിനൻസുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പാർലമെൻറ്റ് പവർ, ഇപ്പോൾ പാർലമെൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ എന്താണ്, പ്രസിഡന്റ് ഒരു നിയമം കൊണ്ടുവരും. എന്നിട്ട് നിയമം കൊണ്ടുവന്നിട്ട് പാർലമെൻറ്റ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് അത് പാസ്സാക്കിയാൽ മതി. പാർലമെൻറ്റിൽ ആരായിരിക്കും കൂടുതലുള്ള, എക്സിക്യൂട്ടീവ്സിനായിരിക്കും മെജോറിറ്റി ഉള്ളത്, ഗവൺമെൻറ്റിനായിരിക്കും മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അവരതിനെ പാസ്സാക്കി എടുക്കുകയും ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യാം എന്നൊരവസ്ഥയിലോട്ട് എത്തുകയും എന്ത് ചെയ്യും, അവിടെ പാർലമെൻറ്റ് ലെജിസ്ലേറ്റീവ് പവറിനെ അതൊരു ഡൈല്യൂട്ട് ചെയ്യുന്നത് പോലെ ആവുകയും ചെയ്യും. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് കൺട്രോൾ സ്പൊറാഡിക്കും ജനറലും ആണ് എന്നുള്ളതാണ്. പൊളിറ്റിക്കലാണ് കൂടുതലും. അതായത് ഇവിടെയുള്ള പൊളിറ്റീഷ്യൻസാണ് ഇരിക്കുന്നത്, അവർ ലെയ്മൻ ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് കൂടുതൽ എക്സ്പെർട്ടീസ് നോളജ് കാണത്തില്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഡിസ്കഷൻസാണ് കൂടുതൽ നടക്കുന്നത്. ഇപ്പോഴും ഒരു ബില്ലിനെക്കുറിച്ചുള്ള ഒരു ആക്ട് ആകാൻ പോകുന്ന ഒരു നിയമത്തിനെക്കുറിച്ചുള്ള ഒരു അഗാധമായ പഠനം അവിടെ കാണത്തില്ല. അങ്ങനെ ഒരു ജനറൽ ഡിസ്കഷൻ വരുമ്പം തന്നെ എന്താണ്, അതിൻ്റെ ആ ക്വാളിറ്റി, വരുന്ന നിയമത്തിൻ്റെ ക്വാളിറ്റി അവിടെ എഫക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. പിന്നെ സ്ട്രോങ് ഒപ്പോസിഷൻ ഇല്ലാത്തത് വളരെ വലിയ സെറ്റ് ബാക്കാണ് പാർലമെൻ്ററി ബിഹേവിയറിലും എത്തിക്സിനും. കാരണം ഒരു നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഗവൺമെൻറ് നല്ല ബില്ലും പോളിസീസ് കൊണ്ടുവരാൻ പറ്റും. അതെന്ത് ചെയ്യും, ലെജിസ്ലേറ്റീവ് കൺട്രോളിൻ്റെ ഒരു ഇൻഎഫക്റ്റീവ്നെസ് ആയിട്ടും അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഇൻഎഫക്റ്റീവ്നെസ് ആയിട്ടും ഇന്ത്യയിൽ പറഞ്ഞു വയ്ക്കുന്ന കുറച്ച് പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തന്നെ രാജ്യസഭയുടെ പൊസിഷന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാം. അടുത്ത വീഡിയോയും കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം നമുക്ക് പാർലമെൻറ്റ് ഫിനിഷ് ചെയ്യാം. അടുത്ത പാഠം കൂടെ ആകുമ്പോൾ അടുത്തൊരു പാർട്ട്, ഇതിപ്പോൾ രാജ്യസഭയുണ്ട്. നമുക്ക് രാജ്യസഭയ്ക്ക് ശേഷം രാജ്യസഭയുടെ പവേഴ്സും ഫങ്ഷൻസും ഉണ്ട്. അതിൻ്റെ എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നു, ചില സ്ഥലത്ത് ലോക്സഭയുടെ ഈക്വലാണ്, ചില ലോക്സഭയായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ പാർലമെൻ്ററി പ്രിവിലേജുകളെക്കുറിച്ച് നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു ടോപ്പിക്കും കൂടെ കഴിയുമ്പോൾ നമുക്ക് തീരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയോടുകൂടി പാർലമെൻറ്റ് എന്നൊരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ കൂടുതൽ ഓഡിയൻസിലേക്ക് അത് എത്തുന്നുള്ളൂ. എന്നിട്ട് മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ ഇത്ര ഇട്ട വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താങ്ക്സ് ബട്ടൺ കൂടെ ഉപയോഗിക്കുക. ചെറിയൊരു എമൗണ്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. കാരണം നല്ല സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സമയം റിസർച്ച് ചെയ്താൽ മാത്രമേ ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോയിൽ എഡിറ്റൊക്കെ കുറവാണ്, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ വളരെ കുറവാണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടാറാണ് പതിവ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ക്വാളിറ്റിയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്ത് സമയം കളയാതെ കൂടുതലും എന്താണ്, നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയാണ് റിസർച്ചിനാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു താങ്ക്സ് ബട്ടനും ഹൈപ്പ് ബട്ടനും ഒക്കെ ഉപയോഗിച്ച് മെയിനായിട്ട് ചാനലിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക,
മുകളിലോട്ട് കൊണ്ടുവരിക. ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് എന്തായാലും ഇനി ഉണ്ടാവും. മറ്റ് ആസ്പിറൻസിലേക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.